കഴിഞ്ഞ ദിവസം ബരാക് ഒബാമ ഏലിയൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഒരു പോഡ്കാസ്റ്റിനിടയിൽ പബ്ലിക്കലി തുറന്നടിച്ച് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. Are aliens real? They're real, but I haven't seen them, and they're not being kept in what is it? Area 51. There's no underground facility unless there's this enormous conspiracy, and they hid it from the President of the United States. ഇദ്ദേഹം ഒരു ഫോർമർ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെയും ഇദ്ദേഹത്തിന്റെ വായിന്ന് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം അത്യാവശ്യത്തിൽ കൂടുതൽ വൈറലായി പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇത് നടന്നതിന്റെ പിറ്റേ ദിവസം ഒരു മലയാള പത്രത്തിൽ വന്ന വാർത്തയും കൂടി ഞാനിപ്പോ കാണിച്ചു തരാം. എന്നാൽ ഈ ഒരു സംഭവം നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ ലോകം മുഴുവനും ഒരു തരത്തിൽ വൈറസ് പോലെ സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് മുന്നോട്ട് വരുന്നു. അതിനുശേഷം ഇതേ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം വലിയൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഭൂമിയെ പോലെ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹം ഉണ്ടായിരിക്കാം, അവിടെയും ഇതേപോലെ ഒരു ഇന്റലിജന്റ് ബീയിങ്സ് ഉണ്ടായിരിക്കാം എന്ന ഒരു അസംപ്ഷൻ ആണ് ശരിക്കും അദ്ദേഹം ആ ഒരു പോഡ്കാസ്റ്റിൽ ഉദ്ദേശിച്ചത് എന്നാണ് രണ്ടാമത് ഇദ്ദേഹം തിരുത്തിയത്. ഇങ്ങനൊരു മറുപടി എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇദ്ദേഹം പറഞ്ഞ കാര്യം കൂടി ഞാൻ ഇപ്പൊ കേൾപ്പിച്ചുതരാം. There's footage and records of objects in the skies that we don't know exactly what they are. We can't explain how they moved, their trajectory. They did not have an easily explainable path. ഇതിൽ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ കൈവശം ഒരുപാട് ഫുട്ടേജസ് ഉണ്ട്, ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് അനക്കങ്ങളും ഒരുപാട് നീക്കങ്ങളും എല്ലാം ഈ ഒബ്ജക്റ്റുകൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഏലിയൻസ് ഏരിയ 51 എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ടൈപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു കോൺസ്പിറസി തിയറി തന്നെയാണ്. എന്നാൽ അതേ സ്ഥലത്തെ ഫോർമർ പ്രസിഡന്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ UFO ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് ചെറിയ സംശയങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ അവരുടെ എല്ലാം സംശയം മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് വിഷ്വൽസും കൂടി ഞാൻ കാണിക്കാം. ഡയറക്ടർ ഓഫ് സെൻട്രൽ ഇന്റലിജൻസ് ജോൺ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ നമുക്ക് കേൾക്കാം. Sightings, we're talking about objects that have been seen by Navy or Air Force pilots or have been picked up by satellite imagery that frankly engage in actions that are difficult to explain, that movements that are hard to replicate, that we don't have the technology for, or traveling at speeds that exceed the sound barrier without a sonic boom. So in short, things that we are observing that are difficult to explain. ഇദ്ദേഹം ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കൈവശം ഒരുപാട് ഫുട്ടേജസ് ഉണ്ട്, ഒരുപാട് ക്രെഡിബിൾ ആയിട്ടുള്ള ഫുട്ടേജസ് സൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ഫുട്ടേജസിലൂടെ കാണുന്ന ആ ഒരു ഒബ്ജക്റ്റുകളൊക്കെ ഇല്ലേ, അത് നീങ്ങുന്ന പാറ്റേണും അത് നീങ്ങുന്ന ആ ഒരു രീതിയൊന്നും നമ്മുടെ ഇപ്പോഴത്തെ ശാസ്ത്രം ഉപയോഗിച്ച് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം പബ്ലിക്കലി ഒരു ന്യൂസ് ചാനലിൽ കൂടി വന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും മലയാളികൾ അറിയാൻ വഴിയില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, ഫോക്സ് ന്യൂസിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങളോട് ശ്രദ്ധിച്ചോ. ഒരു UFO വീഡിയോ ഒക്കെ ഇവർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയെടുത്ത കൃത്രിമമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് നമ്മുടെ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഈവൻ ഇത്ര അധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ന്യൂസ് ചാനൽസിൽ പോലും ഇത്തരത്തിലുള്ള ഫോർജ്ഡ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. US ഒരു നിയമസഭാ അംഗം, അദ്ദേഹത്തിന്റെ പേര് മിറ്റ് റോംനി എന്നാണ്. നമ്മളിപ്പോ കോടതിയിൽ പോയി സാക്ഷി പറയുകയാണെങ്കിൽ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയില്ലേ, അതേ സിറ്റുവേഷനിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കാം. Well, I don't believe they're coming from foreign adversaries. If they were, why that would suggest that they have a technology which is in a whole different sphere than anything we understand. And frankly, China and Russia just aren't there. ഇദ്ദേഹം പറയുന്നത് ഇതൊന്നും നമ്മുടെ കൈവശമുള്ള ടെക്നോളജി അല്ല, അതായത് നമുക്കറിയാവുന്ന ഒരു ശാസ്ത്രമല്ല ഇത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ടെക്നോളജി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു ടെക്നോളജി അല്ല എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് ഏത് രാജ്യങ്ങളാണ് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നിങ്ങൾ ലൂയിസ് എലിസോണ്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മുടെ ചാനലിൽ ഇദ്ദേഹത്തെ പറ്റി ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയ പെന്റഗൺ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റൽ ഫെസിലിറ്റി, അവിടെ വളരെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു UFO റിസർച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ഈ റിസർച്ച് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കാം. Imagine a technology that can do 600 to 700 G-forces, that can fly at 13,000 miles an hour, that it can evade radar, and that can fly through air and water and possibly space, and oh, by the way, has no obvious signs of propulsion, no wings, no control surfaces, and yet still can defy the natural effects of Earth's gravity.
that's precisely what we're seeing. 13,000 മൈൽസ് പെർ അവർ, അതായത് ഒരു 10-20,000 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം. ഈ ഒബ്ജക്റ്റുകളെല്ലാം ഇത്രയും വേഗത്തിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. പെട്ടെന്നായിരിക്കും അതേ സ്പീഡിൽ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ടേൺ അവർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ജി ഫോഴ്സ്, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു 700-800 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒബ്ജക്റ്റുകളെയാണ് ഇവരൊക്കെ എല്ലാവരും ഡിറ്റക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എയറിലൂടെയും വെള്ളത്തിന്റെ അടിയിലൂടെയും ഈവൻ സ്പേസിലൂടെയും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒബ്ജക്റ്റുകൾ. അപ്പോൾ ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഒരു ഗവൺമെന്റ് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്. ബറാക് ഒബാമ പ്രസിഡന്റ് ആയി നിന്ന സമയത്ത് ഡയറക്ടർ ഓഫ് CIA സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് കേട്ടു നോക്കാം. Continues to be unexplained and might in fact be some type of phenomenon that is the result of something that we don't yet understand, and that could involve some type of activity that some might say constitutes a different form of life. ഇദ്ദേഹം അവസാനം പറഞ്ഞ വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതായത് ഗവൺമെന്റ് എന്താണോ കാണുന്നത് അതാണ് ഇദ്ദേഹം ഒന്ന് പറയുന്നത്. ചിലപ്പോ ഇത് നമുക്കറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ലൈഫ് ഫോം ആയിരിക്കുക എന്നുള്ളത്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതൊരു ഏലിയൻ ആവാം എന്നാണ് ഫോർമർ CIA ഡയറക്ടർ എന്ന് പറയുന്നത്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ബിൽ നെൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇതിനു മുമ്പ് ഒരു ആസ്ട്രോനോട്ട് ആയിരുന്നു. ഇദ്ദേഹം പബ്ലിക്ലി ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോ നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കൂടി കാണാം. In 2004, and there have been some 300 sightings since then. And I've talked to those pilots, and they know they saw something, and their radars locked onto it. And then all of a sudden it was here on the surface, and then it's there. And they don't know what it is, and we don't know what it is. ഇദ്ദേഹം സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള UFOനെയൊക്കെ കണ്ടുനിന്ന നേവി പൈലറ്റ്സിനോടാണ്. ഏകദേശം 300ഓളം സൈറ്റിംഗ്സ് ഉണ്ടെന്നുള്ള ഒരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റേഡാർ ഇൻഫർമേഷൻ ഉണ്ട്, ക്രെഡിബിൾ ആയിട്ടുള്ള ഡാറ്റ ഉണ്ട്, എല്ലാ സംഭവങ്ങളും നമ്മുടെ കൈവശമുണ്ട്. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നാസയുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് പോലും ഈ സംഭവം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അതായത് അവരുടെ കൈവശം ഇതിനെ പറ്റിയിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും, ഫുട്ടേജസും റേഡാർ സംഭവമൊക്കെ ഉണ്ടായിട്ട് പോലും ഇതെന്താണ്, ഇതിന്റെ ബിഹേവിയർ എന്താണ്, ഇതിന്റെ ക്യാരക്ടർ എന്താണ്, ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം ഇവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു പദവി, അതായത് ആ രാജ്യത്തിന്റെ ഏറ്റവും തലപ്പത്ത് കിടക്കുന്ന ഇന്റലിജൻസിന്റെ ഒരാളാണ് ഇദ്ദേഹം. And the main issues that Congress and others have been concerned about are basically safety of flight concerns and counterintelligence issues. But of course, there's always the question of, is there something else that we simply do not understand that might come extraterrestrial? ഇദ്ദേഹം ഇവിടെ ചോദിക്കുന്നത് പറക്കം തളിക UFO എന്നൊക്കെ പറയുന്നതിന്റെ ഒരുപാട് ഫുട്ടേജസും ഒരുപാട് ക്രെഡിബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ ഇത് എക്സ്ട്രാ ടെറസ്ട്രിയൽ ആണോ എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇതിപ്പോ ഞാനോ നിങ്ങളോ ചോദിക്കുന്നത് പോലെയല്ല, ഒരു രാജ്യത്തിന്റെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ആണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് എന്തോരം ഉണ്ടെന്ന് ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഞാനൊരു ക്ലിപ്പും കൂടി കാണിക്കാം. അത് കണ്ടതിന് ശേഷം ഇദ്ദേഹം ആരാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും ഞെട്ടാനുള്ള സാധ്യതയുണ്ട്. So Carl, here's the $1 million question. Do you believe that a higher form of non-human intelligence has visited this planet? Right. So non-human intelligence exists. Non-human intelligence has been interacting with humanity. This interaction is not new, and it's been ongoing. And there are unelected people in the government that are aware of that. And so, Carl, that is quite a bold statement. I'm wondering, and I'm curious, how confident are you that that is true? There's zero doubt. ഏലിയൻ അല്ലെങ്കിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ആ ഒരു ഫിനോമിനൻ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും എന്നെ ഒരു കോൺസ്പിറസി തിയറീസ് എന്നൊക്കെ വിളിക്കുന്നില്ലേ. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടൊന്ന് കാണാം. ഈ ഒരു സംഭവത്തെ പറ്റി നല്ല രീതിയിൽ ഒന്ന് പഠിക്കാനും ശ്രമിക്കാം. അപ്പോൾ ഇദ്ദേഹം ആരാണെന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന്റെ പേര് കാൾ നിൽ എന്നാണ്. ഇദ്ദേഹം റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ആർമി കേണലാണ്. ആർമിയിലെ സ്പേസ് കമാൻഡർ ആയിട്ടും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല ഏജൻസീസിലും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും ഈ മിലിറ്ററിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു വ്യക്തി. ഇദ്ദേഹത്തിനടുത്ത് വളരെ ഡയറക്റ്റ് ആയിട്ട് ഏലിയൻ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം ചോദിക്കുന്നു. അദ്ദേഹം അതിനുള്ള ഒരു ഉത്തരം 100% ഉണ്ട്, ഒരു ഡൗട്ടും ഇല്ല എന്നുള്ള രീതിയിൽ ആൻസർ പറയുന്നു. ഇത് ഒരു കളിതാമാശയ്ക്ക് വേണ്ടി അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും ഫോം വിളിച്ച് പറയുന്ന പോലെ ഒന്നല്ല. ഇത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ തന്നെയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്യാപിറ്റോളിൽ നടന്ന ഒരു സംഭവം, അതായത് എലക്റ്റഡ് മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്ന ഒരു വേദി.
അവിടെ കള്ളം പറയുന്നത് ഒരു ക്രൈം തന്നെയാണ്, ഒരു കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കോടതിയിലൊക്കെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ഇവിടെയും കള്ളം പറയുന്നത് വളരെയധികം കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചിലർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കാം. UAP are real. Advanced technologies not made by our government or any other government are monitoring sensitive military installations around the globe. Furthermore, the U.S. is in possession of UAP technologies, as are some of our adversaries. I believe we're in the midst of a multi-decade secretive arms race, one funded by misallocated taxpayer dollars and hidden from our elected representatives and oversight body. ഇങ്ങനെ ഒരു വേദിയിൽ ഇദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് UFO എന്ന് പറയുന്ന സംഭവം 100% റിയൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സംഭവത്തിന്റെ ടെക്നോളജി നമ്മുടെ കൈവശം നമ്മുടെ പൊസിഷനിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം തുറന്നടിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി, നമ്മൾ ഉണ്ടാക്കാത്ത, നമ്മുടെ കൈ തൊടാത്ത ഒരു ടെക്നോളജി, അത് മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന പല പല സ്ഥലങ്ങളെയും ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, അതായത് എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സിൽ നിന്ന് ഒളിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് പറയുന്നത്. അതായത് പാർലമെന്റിലേക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഇത് എന്നാണ് ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് ഇദ്ദേഹം പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇവിടെ കള്ളം പറയുന്നത് ഒരു ഫെഡറൽ ക്രൈം തന്നെയാണ്. Are aliens real? They're real, but I haven't seen them, and they're not being kept in what is it? Area 51. ഡേവിഡ് ഗ്രഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഫോർമർ എയർഫോഴ്സ് ഇന്റലിജൻസ് ഓഫീസർ ആയിരുന്നു. നാഷണൽ റിക്കോണസൻസ് ഓഫീസിലെ ഒരു ഫോർമർ റെപ്രസെന്റേറ്റീവും കൂടിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിനടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അന്യഗ്രഹ ജീവി എന്ന് പറയുന്ന സംഭവം ഉണ്ടോ എന്നാണ് ഇങ്ങനെയുള്ള ഒരു വേദിയിൽ വെച്ച് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിനുള്ള മറുപടി കൊടുക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. You believe we have crashed craft, stated earlier. Do we have the bodies of the pilots who piloted this craft? As I've stated publicly already in my News Nation interview, biologics came with some of these recoveries. Yeah. Were they, I guess, human or non-human biologics? Non-human, and that was the assessment of people with direct knowledge on the program I talked to that are currently still on the program. അതിന് ഇദ്ദേഹം കൊടുക്കുന്ന ഉത്തരം വളരെയധികം ഷോർട്ട് ആണെന്നുണ്ടെങ്കിലും അത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ്. ഏലിയൻ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം അതിൻ്റെ കൂടെ പറയുന്നത്. അതായത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ തകർന്ന് വീഴുകയായിരുന്നു വിചാരിക്കുക. ഇപ്പൊ ഒരു UFO എന്ന് പറയുന്ന സംഭവം തകർന്ന് വീണിട്ട് അതിൻ്റെ അകത്തുനിന്ന് നോൺ ഹ്യൂമൻ ആയിട്ടുള്ള സാമ്പിൾസ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഈ ഒരു വ്യക്തി ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോ അതിനുള്ളൊരു ഉത്തരം 100% ഉണ്ട് എന്നുള്ള രീതിയിൽ, ഒരു സംശയമില്ലാത്ത രീതിയിലാണ് ഇദ്ദേഹം ഇങ്ങനെയുള്ളൊരു വേദിയിൽ പറയുന്നത്. അതോടൊപ്പം ഈ ഒരു സംഭവത്തെ റിക്കവർ ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു ആൾക്കാരില്ലേ, അവർ ഇപ്പോഴും ആ ഒരു സംഭവത്തിന്റെ പുറകെയാണ്, ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോഴും ആക്റ്റീവ് ആണ് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയെടുത്തത്, ഇപ്പൊ നിങ്ങളിപ്പോ ചിലവരൊക്കെ പറയുന്നുണ്ടായിരിക്കും ഇതൊക്കെ ചിലപ്പോൾ ഞാൻ AI കൊണ്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന വീഡിയോസ് ആയിരിക്കും നമുക്ക് ഉള്ളത്. നിങ്ങൾ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇത് സെർച്ച് ചെയ്യാതെ ഇതിനെപ്പറ്റി പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമാണ് ഇത്. അന്യഗ്രഹ ജീവി പറക്കുതടിയെന്നൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതായത് മലയാളി കമ്മ്യൂണിറ്റിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ? നമ്മുടെ മലയാളം സയന്റിഫിക് കമ്മ്യൂണിറ്റി തന്നെയാണ്. അതായത് ഏലിയൻ UFO എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റാണ് എന്നുള്ളൊരു രീതിയിലാണ് ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്. അതിന്റെ കാരണമായിട്ട് ഇവർ പറയുന്നതാവട്ടെ ലാക്ക് ഓഫ് സയന്റിഫിക് എവിഡൻസ്. ശാസ്ത്രപരമായിട്ട് ഇതിന് എവിഡൻസ് ഒന്നുമില്ല, ശാസ്ത്രം അതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തെളിവുകൾ കൊണ്ടുപോയോ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്, നടന്നും പോയിട്ടുണ്ട്. ഇതേപോലുള്ള സംസാരങ്ങളൊക്കെ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇവർ ഒട്ടും ബോധവല്ല. ഇതിനെപ്പറ്റി അന്വേഷിക്കാത്തടത്തോളം കാലം ഇവർ ആ ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഒരുപാട് ആൾക്കാർ മിസ്ലീഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. UFO UAP എന്നൊക്കെ പറയുന്ന സംഭവം ശരിക്കും ഉള്ളൊരു കാര്യം തന്നെയാണ്. അതിന്റെ ശാസ്ത്രം എന്താണെന്ന് നമുക്കറിയില്ല, അത് എങ്ങനെയാണ് പറക്കുന്നത് നമുക്കറിയില്ല, അതിന്റെ രീതികൾ എന്താണെന്നൊന്നും ഒരു കാര്യം നമുക്കറിയില്ല. ആ ഒരു കാര്യം ഇവരുടെ ടെസ്റ്റിമോണീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഇതിപ്പോ വേറൊരു കാര്യം ആലോചിക്കുക, ഈ പറയുന്ന ആൾക്കാരെല്ലാവരും വളരെയധികം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. വേറൊരു രീതിയിൽ ആലോചിച്ച് നോക്കിയാൽ മതി, ഇത്രയധികം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പബ്ലിക്കലി ഇങ്ങനെ മണ്ടത്തരം വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർക്ക് അവരുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വർത്താനം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ രാഷ്ട്രീയം എന്നുള്ളൊരു സംഭവം കൂടി ഇടയ്ക്ക് കയറി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പിടിച്ച് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു പക്ഷെ മലയാളം യൂട്യൂബ് ചാനൽസിൽ തന്നെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇത്ര അധികം എക്സ്റ്റെൻസീവ്ലി സംസാരിച്ചിരിക്കുന്ന ഒരു വ്യക്തി മിക്കവാറും ഞാൻ മാത്രമായിരിക്കുള്ളൂ.
അത് ഞാൻ എൻ്റെ ഒരു അഹങ്കാരമായിട്ട് പറയുന്നതല്ല, പകരം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഏലിയൻ UFO എന്നൊക്കെ പറയുന്നത് വെറും ഒരു കളിതമാശയായിട്ട് ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തും ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കണ്ണൊന്ന് തുറപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇതിന് പ്രത്യേകിച്ച് കൺക്ലൂഷൻ ഒന്നും തരുന്നില്ല, കാരണം ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഇനിയിപ്പോ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ UFO എന്നുള്ളൊരു സംഭവം ഉണ്ടെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ എക്സ്ട്രാ ടെറസ്ട്രിയൽസ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടോ, ഈ പറയുന്ന നോൺ ഹ്യൂമൻ ബയോളജിക്കൽ ഇന്റലിജൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്ക് പ്രത്യേകിച്ച് ഒരു 100% ഷ്യൂരിറ്റി തരാൻ കഴിയില്ല. മനുഷ്യര് ആധുനിക ടെക്നോളജിയുമായിട്ട് പൊരുത്തപ്പെട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 100-150 വർഷമേ ആവുന്നുള്ളൂ. ഈ ഒരു ചെറിയ കാലഘട്ടത്തെ ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ തന്നെ അടിവരയിട്ട് ഉറപ്പിക്കാൻ പറ്റില്ല. കാലം മുന്നോട്ട് പോകും തോറും ഈ ഒരു സംഭവത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ എവിഡൻസും എല്ലാ തെളിവുകളും നമ്മുടെ കൈവശം കിട്ടും എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ്. എന്തൊക്കെ സംഭവിച്ചാലും UFO ഫേക്ക് ആണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ധൈര്യമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.